ഹലോ. ഒരു നല്ലൊരു ബിസിനസ് ഓണർക്ക് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ പറ്റിയിട്ടാണെന്ന് പറയുന്നത്. ഇത്തരം ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കോമൺ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിൽ കണ്ടുവരുന്ന ചില ക്വാളിറ്റീസാണ്. ഒന്നാമതായിട്ടുള്ളത് ഇൻറ്റഗ്രിറ്റിയാണ്, ആത്മാർത്ഥത. ഈ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കൊണ്ടുവരും. ചിലപ്പോൾ തുടക്ക സമയത്ത് ആ ഒരു വിഷയത്തിൽ ഇച്ചിരി ആത്മാർത്ഥത കുറഞ്ഞ് ചെയ്യണതാണ് നല്ലതെന്ന് നമുക്ക് ഫീൽ ചെയ്താലും, അതായത് നമുക്ക് നഷ്ടം വരുമെന്ന് തോന്നിയാലും നമ്മൾ അവിടെ ആത്മാർത്ഥമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, സത്യസന്ധമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളറിയാതെ തന്നെ ഏതെങ്കിലും വിധേന നിങ്ങൾക്കത് പോസിറ്റീവ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ ഇമ്പാക്റ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പലരും കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളും ചെയ്യും, അല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല, സർവീസ് പിക്ക് ചെയ്യില്ല, നമ്മുടെ ബിസിനസ് പൂട്ടും എന്നുള്ളത് കൊണ്ട് കസ്റ്റമേഴ്സിന് എന്താണോ വാഗ്ദാനം ചെയ്യണത് അതെല്ലാം കൃത്യമായിട്ട് പലരും ഒട്ടുമിക്ക ഏത് നല്ല ബിസിനസ് എടുത്തു നോക്കിയാലും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ എംപ്ലോയീസിൻ്റെ കാര്യം വരാൻ നേരത്ത്, സ്റ്റാഫിൻ്റെ കാര്യം വരാൻ നേരത്ത്, ടീം മെമ്പേഴ്സിൻ്റെ കാര്യം വരാൻ നേരത്ത് നമ്മൾ അവിടെ കുറച്ച് ചവിട്ടണതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എംപ്ലോയീസിൻ്റെ അടുത്തും ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം വരുമെന്നുണ്ടെങ്കിലും നിങ്ങളത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം, ഇത്ര സെയിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ബോണസ് കിട്ടും, ഇത്ര ഇൻസെൻറ്റീവ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും കോൺടെസ്റ്റ് നടത്തി, എന്തെങ്കിലും ഒരു മത്സരം നടത്തി, അതിനൊരു പ്രത്യേക സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമ്മാനം നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാർത്ഥതേനെ എംപ്ലോയീസ് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലെ പ്രൊഡക്ടിവിറ്റി കുറയും. അതായത് എംപ്ലോയീസ് ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും, ഫ്യൂച്ചറിൽ എന്ത് പറഞ്ഞാലും, ഇയാൾ മുമ്പ് പലതും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഫുൾഫിൽ ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് വെറുതെ കേട്ടിരിക്കുക എന്നിട്ട് അങ്ങ് പോകാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്ക്. കഴിഞ്ഞ വർഷം എന്തെല്ലാം പറഞ്ഞു എന്നിട്ട് നമുക്കത് കിട്ടിയോ? അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ പകുതിയല്ലേ കിട്ടിയുള്ളൂ. 10%, 25% അവർ കട്ട് ചെയ്തില്ലേ, ഇത്തവണ അത് കട്ട് ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എംപ്ലോയീസിൻ്റെയും സ്റ്റാഫിൻ്റെയും ടീം മെമ്പേഴ്സിൻ്റെയും ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിനെ അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളറിയാതെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അത് നിങ്ങൾക്ക് പോസിറ്റീവ്ലി ബെനിഫിറ്റ് കൊണ്ടുതരും. അപ്പോൾ ഇൻറ്റഗ്രിറ്റിയാണ് നല്ലൊരു ബിസിനസ് ഓണർക്ക് വേണ്ട കീ ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ ഇത് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാത്രം പോരാ, നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും ഇത് വേണം. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മിക്കവരും ഇത് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് വേണ്ടത് ഒരു വിഷനറി തിങ്കിങ് വേണം. നമുക്കൊരു വിഷൻ വേണം. എന്നാൽ മാത്രമാണ് ആ ഒരു വിഷനെ ഫോളോ ചെയ്ത് നമ്മളുടെ സ്റ്റാഫും നമ്മളുടെ ടീം മെമ്പേഴ്സും എല്ലാം തന്നെ ഒരേ ഡയറക്ഷനിൽ പോകുള്ളൂ. നിങ്ങൾക്കും ഒരു വിഷൻ ഇല്ലെങ്കിൽ അവർക്കും ഒരു വിഷൻ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ വരുന്നു, നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, അവർ രാവിലെ വരുന്നു, അവരോട് പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ അവരും ചെയ്യുന്നു, പോകുന്നു. ബിസിനസ് ഗ്രോ ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ക്ലിയർ വിഷൻ ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യൂല. രാവിലെ വരുന്നു തോന്നണ ഒരു കാര്യം അങ്ങ് ചെയ്തിട്ട് അങ്ങ് പോകാമെന്നല്ലാതെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നമ്മൾ പോകണില്ല. അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ ഒരു എന്താ പറയുക, ഒരു ഫോർകാസ്റ്റിംഗ് എങ്കിലും നിങ്ങൾ നടത്തണം. ചെറിയ ബിസിനസ്സാണ് നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ. വലിയ ബിസിനസ്സുകൾക്ക് അതെല്ലാം അതിൻ്റേതായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയുണ്ട്. പക്ഷെ ചെറിയ ബിസിനസ്സുകൾ അധികവും ഒരു അലമ്പ് രീതിയിലാണ് ചെയ്യാറ് ബിസിനസ് ഓണേഴ്സ്. അവർ വരുന്നു രാവിലെ, അവർ മുമ്പ് മുതൽ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകുന്നു. ഇപ്പോൾ ഒരു വർഷത്തെ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ റവന്യൂ എത്രയായിരിക്കണം, അങ്ങനെയാണെങ്കിൽ എത്ര കസ്റ്റമേഴ്സിനെ ഒരു ദിവസം കിട്ടിയാലാണ് അത്രയും റവന്യൂയിലേക്ക് എത്താനായിട്ട് സാധിക്കുക. ഇപ്പം നിലവിൽ നമ്മളുടെ മാർക്കറ്റിംഗ് വെച്ചിട്ട് അത്രയും കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യം ആദ്യം ചോദിക്കുക. പറ്റൂല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം. ഇപ്പം നിലവിൽ നമുക്ക് ഡെയിലി 20 കസ്റ്റമർ ആണെങ്കിൽ അതിനെ 40 ആക്കാനായിട്ട് നോക്കണം. എന്നാലാണ് നമ്മളുടെ റവന്യൂ ഇരട്ടിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിലവിൽ 100 ലീഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ 200 ആക്കാൻ നോക്കാം. നിലവിൽ 25 ലീഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ 50 ആക്കാൻ നോക്കാം. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള തിങ്കിങ് നിങ്ങൾക്ക് വന്നെങ്കിൽ ഒരു പ്രത്യേക ഒരു വിഷൻ വേണം. അടുത്ത കൊല്ലം നിലവിലുള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും എൻ്റെ വരുമാനം. ഇങ്ങനെ ഒരു വിഷനിൽ നമ്മൾ പോയാൽ മാത്രമാണ് നമുക്കത് ഓരോ ചെറിയ ചെറിയ ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ തുടങ്ങി ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നുള്ളൊരു രീതിയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ വിഷൻ ഇല്ല.
വളർന്നാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം, അത് വെറും ഒരു ആഗ്രഹമാണ്, അതിനെ വിഷൻ എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ക്ലിയർ വിഷൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഓരോ ദിവസവും അതിനനുസരിച്ച് ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ദിവസം ഇത്ര കസ്റ്റമർ വേണം, പക്ഷെ നമുക്ക് ഇന്ന് അത്രയും കസ്റ്റമർ വന്നില്ല. എന്താ കാരണം? കാരണം നമ്മുടെ മാർക്കറ്റിംഗ് വേണ്ടത്ര പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ മെസ്സേജ് എത്തുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഇത്തരത്തിലുള്ള ചിന്തകളും അതിനെ ബേസ് ചെയ്ത ആക്ഷനും വന്നെങ്കിൽ വിഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ വിഷനാണ് രണ്ടാമത്തെ ക്വാളിറ്റി. ഞാൻ ഈ വിഷൻ ആദ്യം പറയാമെന്ന് വിചാരിച്ചാണ്. എല്ലാവരും വിഷനായിരിക്കും ആദ്യം പറയുക, പക്ഷേ ഇൻറ്റഗ്രിറ്റി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. എന്നാൽ മാത്രമാണ് നമ്മളുടെ സ്റ്റാഫിൻ്റെ അടുത്തു നിന്നുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ. നിങ്ങൾ ഹയർ ചെയ്ത് വെച്ചേക്കുന്ന ആളുകൾ അവരിപ്പോൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ കേപ്പബിൾ ആണ്. പക്ഷേ നമുക്ക് ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്കും നമ്മളോട് വലിയ ആത്മാർത്ഥത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റഗ്രിറ്റി ആദ്യം പറഞ്ഞിട്ട് വിഷനറി തിങ്കിങ് രണ്ടാമത് പറഞ്ഞത്. ഇനി മൂന്നാമത്തത് കറേജാണ്, ധൈര്യമാണ്. ഒരു നല്ലൊരു ബിസിനസ് ഓണർക്ക് വേണ്ട ഒരു കീ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ധൈര്യം എന്നുള്ളത്. നമുക്കൊരു ധൈര്യം ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാഫിനും വലിയ ധൈര്യം ഉണ്ടാവില്ല. നമ്മളൊരു ധൈര്യം കാണിച്ചൊരു പ്രത്യേക ആക്ഷൻ, ഓക്കെ അതിപ്പോൾ കുറച്ച് നഷ്ടം വന്നാലും പ്രശ്നമില്ല, നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഇങ്ങനെ നിങ്ങളൊരു കമാൻഡ് കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ ആ ധൈര്യം ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ സ്റ്റാഫിൽ അത് റിഫ്ലക്റ്റ് ചെയ്യൂ. നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ച് കൈയും കാലൊക്കെ വിറച്ചിരിക്കുകയാണെങ്കിൽ അവരും കൈയും കാലും വിറച്ചൊക്കെയാണ് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയോക്കർ റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടുള്ളൂ. വളരെ ആവറേജ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നിങ്ങൾ ധൈര്യത്തോടു കൂടി പറയുകയാണെങ്കിൽ സ്റ്റാഫിനെ അതിൻ്റെ പേരിൽ പണിഷ് ചെയ്യില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ റിസ്ക് എടുക്കാനായിട്ട് നോക്കും. അവരും ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും, കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റേഷനിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇത്തരം എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്യണമെങ്കിൽ ധൈര്യമുള്ള ഒരാൾക്കേ പറ്റും. ധൈര്യമുള്ള ഒരു ബിസിനസ് ലീഡർ അതിനെ കമാൻഡ് ചെയ്യുമ്പോഴാണ് ആ സ്റ്റാഫ് അതിനെ ഫോളോ ചെയ്യുള്ളൂ. നിങ്ങളും പേടിച്ചിരിക്കുകയാണെങ്കിൽ അവരും പേടിക്കും. അപ്പോൾ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കീ ക്വാളിറ്റിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, നല്ലൊരു ബിസിനസ് ഓണർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്റ്റാഫിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇതിന് പകരം മറ്റു പലരും പറയുന്നത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സംഗതികളൊക്കെയാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി. കരിസ്മാറ്റിക് ആയിരിക്കണം, ഒരുപാട് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇതൊക്കെയാണ് പലരും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അതിലൊക്കെ ചെറിയ ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇത്തിരി കുറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബെറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇൻറ്റഗ്രിറ്റി, ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. 2 വിഷൻ വേണം. ഒരു ദിവസം വന്ന് നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിച്ച് പോകുന്നതിന് പകരം ഓരോ ദിവസവും നമ്മളൊരു പ്രത്യേക ദിശയിൽ സഞ്ചരിച്ച് പോകണമെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ നമ്മളുടെ മനസ്സിൽ വേണം. അതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. ആ വിഷൻ നിങ്ങൾക്ക് വേണം. മൂന്നാമതായിട്ടുള്ളതാണ് കറേജ്, ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് വേണം. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്റ്റാഫിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ്, സെയിൽസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.